അറിയുമോ? അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് അറിയുമോ? അവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ തേടി നടക്കുകയാണ്. എവിടെയെങ്കിലും സ്വലാത്തിന്റെ മജ്ലിസ് നടക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ദിക്റിന്റെ മജ്ലിസുകൾ നടക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ഇൽമിന്റെ മജ്ലിസുകൾ നടക്കുന്നുണ്ടോ എന്ന് എല്ലാ മലക്കുകളും ഇങ്ങനെ നടന്നുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ കണ്ടെത്തിയാൽ, ഒരു സ്ഥലത്ത് ഇന്നാലിന്റെ സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരു സ്വലാത്ത് മജ്ലിസ് നടക്കുന്നുണ്ട്, അതായത് ഈ നാട്ടിൽ കുടുങ്ങിയെന്ന ഈ നാട്ടിൽ സ്വലാത്ത് മജ്ലിസ് നടക്കുന്നു എന്ന് ഒരു മലക്ക് കണ്ടാൽ ആ മലക്ക് എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ്. ഓരോ മലക്കുകളെ, ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം എത്തി, ഞങ്ങളുടെ ഉദ്ദേശ സ്ഥലം എത്തി, നമ്മുടെ ഉദ്ദേശം കാര്യമെത്തി, എല്ലാവരും ഇവിടത്തേക്ക് കടന്നോറുമെന്ന് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഇവിടേക്ക് കൂട്ടുകയാണ്. എന്നിട്ട് അവർ സ്വലാത്ത് മജ്ലിസിലേക്ക് കൂടുകയാണ്. അതല്ലെങ്കിൽ ഈ മജ്ലിസിലേക്ക് കൂടിയിട്ടുകൊണ്ട് ഒരുപാട് എല്ലാ മലക്കുകളും അവിടെ വന്നിരിക്കൊണ്ട് ആ ഒരുപാട് എല്ലാ മലക്കും അവിടെ വന്നിരിക്കുകയാണ്. എന്നിട്ട് അവിടെ വന്നിരുന്നു കൊണ്ട് അവർ ആ മജ്ലിസിനെ ആസ്വദിക്കുകയാണ്. സ്വലാത്തുകൾ പറയുകയാണ്, ദിക്റുകൾ പറയുകയാണ്, ഇൽമുകളെ പഠിച്ചു കേൾക്കുകയാണ്. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു? അവരിങ്ങനെ ആ മജ്ലിസിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നു. ആ മജ്ലിസിന് ഒരുപാട് ശ്രേഷ്ഠതകൾ, ഈ മജ്ലിസ് ഇങ്ങനെയുള്ള ആളുകളെല്ലാം കൂടി, ഇങ്ങനെയുള്ള വ്യക്തി കൂടിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു, അത് ഇങ്ങനെയുള്ള നാടാണ് എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറയും. എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മജ്ലിസിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ ആകാശം വരെ അവരെത്തുന്നു. അങ്ങനെ എത്തിയ സമയത്ത് ആ മലക്കുകൾ ഒന്നാമത്തെ ആകാശത്തിനോട് ഇങ്ങനെ എത്തിയ സമയത്ത് അല്ലാഹു തആല ആ മലക്കുകളോട് ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? അതായത് ആ മലക്കുകളോട് ചോദിക്കുന്നു, ദുനിയാവിൽ ഈ ലോകത്ത് എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നാലിന്ന നാട്ടിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് സ്വലാത്ത് മജ്ലിസ് നടക്കുന്നുണ്ടോ. അവർ വളരെയധികം സ്വലാത്തുകൾ ചൊല്ലി, ദിക്റുകൾ ചൊല്ലി, ഒരുപാട് ദുആകൾ നടത്തി, ഒരുപാട് നന്മകാര്യങ്ങൾ അവർ ചെയ്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അവർ എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മലക്കുകൾ പറയുന്നു, അവർ അല്ലാഹുവിനെ കുറിച്ച് പുകഴ്ത്തി പറയുകയാണ്, അല്ലാഹുവിനെ ഒരുപാട് പുകഴ്ത്തി പറയുകയാണ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ പറയുന്നില്ലേ, അല്ലാഹുവിനല്ലാതെ ഞങ്ങൾ ആരാധിക്കുന്നില്ലേ എന്നൊക്കെ നാം പറയുന്നില്ലേ, ഇതെല്ലാത്തിനും മലക്കുകൾ അല്ലാഹുവിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു തആല ആ മലക്കുകളോട് ചോദിക്കുന്നു, എന്താണ് അവരുടെ അവസ്ഥ, അവർ എന്നെ കണ്ടിട്ടുണ്ടോ, അതായത് അല്ലാഹുവിനെ ആ മനുഷ്യന്മാർ കണ്ടിട്ടുണ്ടോ, ആ ജനങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് മലക്കുകളോട് ചോദിക്കുമ്പോൾ ആ മലക്കുകൾ പറയുന്നു, ഇല്ല എന്നിരിക്കലോ അവർ കണ്ടിരുമായിരുന്നെങ്കിൽ, അതായത് അല്ലാഹുവിനെ കണ്ടിരിക്കുകയാണെങ്കിൽ അവർ ഒരുപാട് പുകഴ്ത്തിക്കൊണ്ട് അല്ലാഹുവിനെ ഒരുപാട് ഇഷ്ടം വെച്ചുകൊണ്ട് അല്ലാഹുവിനെ ആശ്രയിച്ചുകൊണ്ട് അല്ലാഹുവിനെ കാണാൻ കൊതിക്കുമായിരുന്നു, അല്ലാഹുവിന്റെ ഉള്ള വിശ്വാസം അവർ ഉറപ്പാക്കുമായിരുന്നെല്ലാം പറയുകയാണ്. എന്നിട്ട് അതായത് അല്ലാഹു തആല ആ മലക്കുകളോട് പിന്നെയും ചോദിക്കുന്നു, അവർ അങ്ങനെയുള്ള മജ്ലിസ് കൂടിയിട്ട് എന്താണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, എന്താണ് അവർ ആവശ്യപ്പെടുന്നത് എന്ന് മലക്കുകളോട് ചോദിക്കുമ്പോൾ മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു, അവർ സ്വർഗ്ഗത്തിനെ ചോദിക്കുന്നുണ്ട് എന്ന് അല്ലാഹുവിനോട് തന്നെ മലക്കുകൾ പറയുമ്പോൾ അല്ലാഹു തആല വീണ്ടും ആ മലക്കുകളോട് ചോദിച്ചത്, അവർ സ്വർഗ്ഗത്തിനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ മലക്കുകൾ പറയുന്നു, ഇല്ല ഞങ്ങൾ ആ സ്വർഗ്ഗത്തിനെ കാണുമായിരുന്നെങ്കിൽ എത്രമാത്രം ആ സ്വർഗ്ഗത്തെ ആശിക്കുമായിരുന്നു, ആ സ്വർഗ്ഗത്തിലൊന്ന് ചേരാൻ എത്രമാത്രം കൊതിക്കുമായിരുന്നു എന്നൊക്കെ ആ മലക്കുകൾ പറയുന്നു. എന്നിട്ടും പിന്നെയും അല്ലാഹു തആല തന്റെ മലക്കുകളോട് ചോദിക്കുന്നു,